അപ്പം ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജീപ്പിൻ്റെ വീഡിയോ ആണ്. അതുകൊണ്ടെങ്കിലും ജീപ്പ് ഓടിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു പവർ എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈക്കിൽ നിന്നൊക്കെ മാറി നമ്മൾ ജീപ്പിൻ്റെ പരിപാടിയാണിന്ന്. അപ്പോൾ ജീപ്പ് രാവിലെ കുറച്ച് ദിവസമായി വണ്ടി ഇതും എടുത്തിട്ട്, അപ്പോൾ രാവിലെ എടുക്കുമ്പോൾ നമ്മളൊന്ന് ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഓയിലും വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് വേണം. അറിയാലോ, ഡീസൽ വണ്ടിയാണ്. വണ്ടി എടുക്കുമ്പം 97 മോഡൽ വണ്ടിയാണ്. 97 മോഡൽ വണ്ടി, 98 രജിസ്ട്രേഷൻ. മൊത്തം പണിയൊക്കെ എടുപ്പിച്ചതാണ്, ഫുൾ പണിയൊക്കെ എടുപ്പിച്ച് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ്. ഓയിൽ നോക്കാൻ ബോണറ്റ് പൊക്കി അപ്പോൾ ഇതാദ്യം എടുത്തു കഴിഞ്ഞാൽ അത് റെഡി ആയിരിക്കില്ല. കാരണം ഇത് ഇളകിയൊക്കെ ഇരിക്കുന്നതും കൊണ്ട് ആയിട്ടുണ്ടാവില്ല. അതൊന്നുകൂടി ഊരി തുടച്ചിട്ട് നോക്കണം. ഇതിൽ നോക്കുന്ന ഇത് ലോയ്, ഇവിടെ ഒരു ഫസ്റ്റ് വെട്ട് കാണുന്നത് ഇത് ലോയ്, ഓയിൽ ലോയ് ആയിരിക്കും. ഇതിൻ്റെ ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് ഓയിൽ വരേണ്ടത്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഊരി തുടച്ചിട്ട് ഒന്നും കൂടെ അതിനകത്തേക്ക് ഇട്ട് നോക്കുക. ഓയിലൊക്കെ ഉണ്ട്. ഓയിൽ ഇച്ചിരി കട്ടിയായിട്ടുണ്ട്. ഓയിൽ മാറ്റാനായതാണ്, അത് ചെയ്യണം. ഇപ്പോൾ ഇല്ല, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. വണ്ടി അങ്ങനെ ഓട്ടോ ഉള്ള വണ്ടിയൊന്നും അല്ല അധികം, ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഓട്ടോ ഉള്ളൂ. അത് നോക്കി ഇനിയിപ്പം വെള്ളം ഉണ്ടോ എന്ന് നോക്കുക. റേഡിയേറ്ററിൽ വെള്ളമല്ല, നമ്മൾ കൂളൻ്റ് ആക്കിയതാണ് വണ്ടി. വെള്ളമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഒന്ന് നോക്കാം. അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ബോണറ്റ് അടച്ചു. സാധനം ഇടയ്ക്കിടയ്ക്ക് ചാടിപ്പോരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇതിൻ്റെ വയർ, ഈ ലൈറ്റ്, ഉള്ളിലെ ലൈറ്റിൻ്റെ വയർ പോകുന്നത്. അപ്പോൾ അത് ഇവിടെ സ്പേസ് കുറവാണ്, അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ചാടിപ്പോരുന്നുണ്ട്. അതൊന്ന് റെഡിയാക്കാനുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ നോക്കുകയാണ്. ഇതാണ് നമ്മളെ വണ്ടി, 98 മോഡൽ MDI 4 വീല്. പണിയൊക്കെ ഫുൾ അടുപ്പിച്ചാണ്. ടെസ്റ്റ് ഉണ്ടായിരുന്നു, ടെസ്റ്റ് വേണ്ടി പണിയൊക്കെ അടുപ്പിച്ചാണ്. പുതിയ വുഡ്, സീറ്റ് കവർ, ഫുള്ള് പെയിൻറ്റിങ്, പുതിയ ടയറ്, നമ്മളെല്ലാം പണി അടുപ്പിച്ചാണ്. ഇനിയിപ്പോൾ ഒരു പണിയുള്ള ഈ നമ്പർ പ്ലേറ്റിൻ്റെ പണിയാണ്. ഇതൊരു വൃത്തികേടാണ്. കാരണം ഇതൊരു ചെറുതും ഇത് വലുതും സൈസ് അടുപ്പിച്ചപ്പോൾ ഒന്ന് മാറിപ്പോയതാണ്. ടെസ്റ്റിന് വേണ്ടി അടുപ്പിച്ചപ്പോൾ ഒന്ന് മാറിപ്പോയതാണ്.
അതിൻ്റെ ഒരു പണിയുണ്ട്, അതെടുപ്പിക്കണം. പണിയല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളേ ഉള്ളൂ. സമയം കിട്ടില്ല. ഇവിടെ പെട്ടെന്ന് സ്പോട്ടിൽ നമ്പർ പ്ലേറ്റ് അടിച്ചിടുന്ന സ്ഥലമില്ല, അതുകൊണ്ടുള്ള വിഷയമാണ്. നമ്മൾ അടുപ്പിക്കും, അത് സെറ്റ് ചെയ്യും. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിലിട്ടാണ് വണ്ടി, അതിന് ഓടലില്ല. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിലിട്ടാണ്. രാവിലെ നമ്മൾ സ്റ്റാർട്ടാക്കുമ്പം ഡീസൽ വണ്ടി ആയതുകൊണ്ട് കാല് കൊടുക്കാൻ പാടില്ല, ആക്സിലേറ്റർ കൊടുക്കുകയും ചെയ്യരുത്. ചെറിയ പുകയുണ്ട്, വണ്ടി എടുക്കാതിരുന്ന അങ്ങോട്ടായിരിക്കും എന്ന് വിചാരിക്കാം. ആ റോഡ് പണിയൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഇവിടെ ഇല്ല, മുകളിലേക്കോട്ടൊന്നും പറഞ്ഞാട്ടെ. ഊരണത്തിന് പണിക്കാരൊന്നുമില്ല, പണിയില്ല, കല്ലില്ല, പകുതിയില്ല എന്നും പറഞ്ഞ് നടക്കുമല്ലേ. അപ്പോൾ അവർ നിർത്തിപ്പോയവരൊക്കെ തിരിച്ചു വന്നോ? പൈസ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് പോയവരൊക്കെ വന്നോ? ഒന്നും വന്നിട്ടില്ല, എറണാകുളത്തൊന്നും വന്നിട്ടില്ല. വന്നൊരു ആവശ്യത്തോടെ വന്നു, എന്നിട്ടും പൈസ ഇല്ലാന്ന് പറഞ്ഞ് അവർ പോയി. ഇപ്പോൾ 2 കൊല്ലം കൊണ്ട് റോഡ് പണി തീർക്കുമെന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് തോന്നുന്നില്ല അല്ലേ? 2 കൊല്ലം കൊണ്ട് കിട്ടും. മറ്റേ ഉറക്കത്തിന് പണിക്കാർ മാത്രമേ ഉള്ളൂ, അവർ നല്ല ഉഷാറായിട്ട് പണി നടക്കണം. അത് കുറച്ച് ആയതാ. ഈ നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റി അടിക്കണം കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു നോക്കിയാൽ നോക്കട്ടെ. നാളെ വല്ലതും കിട്ടുമെങ്കിൽ ഇന്ന് കൊടുത്തിട്ട് നാളെ ഒന്ന് മേടിച്ചോണ്ട് വന്നാൽ മതിയല്ലോ. അതിനുള്ള ബന്ധമൊന്നുമില്ല. ഇതാ ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു നിന്നാണ്. അപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഓർത്ത് എടുത്താൽ. ചെക്ക് ചെയ്തു, ഓയിലൊക്കെ ചെക്ക് ചെയ്തു, എയറൊക്കെ അടിച്ചു. ഇത് വേറെ ഒന്നും അങ്ങനെ ചെയ്യാനൊന്നുമില്ല. ബാക്കിലെ നമ്പർ പ്ലേറ്റ് ഇച്ചിരി റെഡിയാക്കാണ്ട്, ഈ പുറത്തേക്ക് സൈഡായിട്ടിരിക്കുന്നത്. പിന്നെ ഒന്ന്
ചളിങ്ങിയിട്ടുമുണ്ട്, അതൊന്ന് മാറ്റിയടിക്കാൻ കൊടുക്കണം. പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല, നാളത്തേക്കേ കിട്ടുള്ളൂ. അപ്പോൾ അത് പിന്നെ എന്തെങ്കിലും ഒരു ദിവസം ബൈക്ക് വല്ലതും ആയിട്ട് പോയി കൊടുക്കണം എന്ന് ഓർത്തിരിക്കുക. പോവാ കണക്ക് പറ്റിയതാ അവർക്ക്, കണക്ക് പറ്റി. ഇപ്പം കുറച്ചായിരുന്നു വണ്ടി എടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുവാണ്. മഴ തൂളുന്നുണ്ട്, ജസ്റ്റ് വെള്ളം അടിക്കണം, കാരണം ഇവിടെയൊക്കെ ചെറിയ ചെളി ഒക്കെ ഉണ്ട്. ഇന്ന് വെള്ളം അടിച്ചൊന്ന് കഴുകണം. ഇതിന് ചെറിയൊരു കറക്കം, ചെറിയ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഓയിലൊക്കെ ചെക്ക് ചെയ്തു. ഗ്രീസ് അടിക്കാനുണ്ട്. മഴക്കാലം ആകുമ്പോൾ വണ്ടി എല്ലാവരും ഒന്ന് ഗ്രീസ് അടിച്ച് വെക്കുക. ജീപ്പൊക്കെയുള്ളൊരു ഗ്രീസ് അടിക്കുക. കഴുകിയെന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ആ ചെളി മാത്രം ഒന്ന് അടിച്ച് കളയുക. കാരണം അല്ലെങ്കിൽ അതവിടെ തുരുമ്പ് പിടിക്കും. തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പണിയെടുപ്പിച്ചൊന്നും ഇതാവില്ല. നല്ല പൈസ മുടക്കി പണിയെടുപ്പിച്ചതായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് വെള്ളം അടിച്ചിടുക. എന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും വണ്ടി നമ്മൾ കയറ്റിയിടും. മഴ നനയാണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വിഷയമൊന്നുമില്ല. ജീപ്പുള്ളവർക്കറിയാം. എന്നാലും ഇച്ചിരി ഓടി വന്നു. ഞങ്ങൾ കുറച്ച് ചെറിയൊരു ഇതൊക്കെ ആയിട്ട് വണ്ടി ഓടാത്തതും കൊണ്ട് ചെറിയൊരു കുറച്ച് ദൂരമൊക്കെ പോയി ഇട്ട് വന്നതാണ്. അതുകൊണ്ടാണ് വണ്ടി 4 വീലാണ്. 4 വീലിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പുറകെ വരും. സമയമില്ല, മഴയാണ്, അതുകൊണ്ടൊക്കെയാണ് വിഷയം. നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് ചെറിയൊരു പണിയുണ്ട് വണ്ടിയിലിരിക്കണമെങ്കിൽ. വേറെ വിഷയമൊന്നുമില്ല. ക്ലച്ച് സൈഡിൽ നിന്നാണെന്ന് തോന്നുന്നു ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒരു കിരികിരി സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കണം. അടുത്ത ദിവസം എന്നാണ് പോയിട്ട് നോക്കണം. അതേ ഉള്ളൂ. ഇതാ നാളെ നമ്മുടെ ചെക്കൻ കിടക്കുന്നത് കണ്ടാൽ അറിയാം. ഒരു തവണയെങ്കിലും ജീപ്പ് ഓടിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു പവർ എന്താണെന്നുള്ള കാര്യം. അപ്പം ഇതാ കയറ്റി സേഫാക്കി ഇട്ടു. ഓക്കെ ബൈ. ബാക്കി നാളെ കാണാം.